പ്രശസ്ത കവയിത്രിയും സാമൂഹിക പ്രവർത്തകയുമായ സുഗതകുമാരിയുടെ മേഘം വന്നു തൊട്ടപ്പോൾ എന്ന കൃതിയിൽ നിന്നും എടുത്ത സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗം ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് ഒരമ്മയുടെ ഹൃദയത്തിലൂടെ സംസാരിക്കുന്ന അതിശക്തമായ ഒരു രചനയാണ്. ദൂരെയുള്ള മഹാനഗരത്തിൽ തനിച്ചു താമസിക്കുന്ന മകന് അമ്മ എഴുതുന്ന കത്താണിത്. മകന്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായെന്നും താൻ എന്നും നോക്കിയിരിക്കുകയാണെന്നും അമ്മ പറയുന്നു. തനിക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ടായതായി അമ്മ അറിയിക്കുന്നു. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗ ആശുപത്രിയിലെ ഡോക്ടറെ കാണാൻ പോയതിനെ കുറിച്ചാണ് ആ കാരണം. അവിടെ ഡോക്ടറെ കണ്ട ശേഷം തിരിച്ചു പോരുമ്പോൾ മുറികളിൽ നിന്നുയരുന്ന ബഹളത്തിനും ചിരിയിലും കരച്ചിലിനുമിടയിൽ അമ്മേ അമ്മേ എന്നൊരു ഉറക്കെയുള്ള വിളി അമ്മ കേട്ടു. ആ വിളി സ്വന്തം മകന്റേതുപോലെ തോന്നിയപ്പോൾ ഞെട്ടിത്തെറിച്ച് ഓടിച്ചെന്ന അമ്മ അഴികളിൽ പിടിച്ചു നിൽക്കുന്ന വെളുത്തു നിവർന്ന സ്വന്തം മകന്റെ അതേ രൂപവും നിറവും ചുരുണ്ട മുടിയും ഉള്ള ഒരു 18-കാരനെയാണ് കണ്ടത്. ആ 18-കാരൻ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത് ശൂന്യമായി നെഞ്ചു കൂടുകെട്ടി ആകെ പരവശനായി മലിനനായി കാണപ്പെട്ടു. അവൻ അഴികൾക്കിടയിലൂടെ അമ്മയുടെ നേർക്ക് കൈ നീട്ടി ഉറക്കെ കരഞ്ഞു വിളിച്ചു. അമ്മ ആ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോൾ, അമ്മേ, മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നവൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു ആശുപത്രി ജോലിക്കാരൻ ആ കൊച്ചൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നുവെന്നും വലിയ പാട്ടുകാരനായിരുന്നുവെന്നും ഒക്കെ തുലച്ചുവെന്നും അമ്മയോട് പറഞ്ഞു. ഇവനൊക്കെ ആദ്യം ഒരു രസത്തിന് തുടങ്ങും, പിന്നെ ഗതിയില്ല എന്നും ജോലിക്കാരൻ കൂട്ടിച്ചേർത്തു. ജോലിക്കാരൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരന്റെ ഭാവം പെട്ടെന്ന് മാറി. കരച്ചിൽ നിന്നു. അവൻ പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ സെല്ലിന്റെ ഇരുമ്പഴിയിൽ തലയിട്ടടിക്കാൻ തുടങ്ങി. ഇത് കണ്ട അമ്മ അരുതേ എന്ന് ഉറക്കെ നിലവിളിച്ചു പോയതിനെ തുടർന്ന് ആശുപത്രി ജോലിക്കാർ അമ്മയെ പുറത്തേക്ക് അയച്ചു. ഗേറ്റിലെത്തിയപ്പോഴും അവന്റെ നിലവിളി അമ്മയ്ക്ക് കേൾക്കാമായിരുന്നു. തുടർന്ന് അമ്മ മകനോട് പറയുന്നത്, ആ 18-കാരൻ മകനെ പോലെ തന്നെ ധീരതയും കുസൃതിയും നിറഞ്ഞ അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയ മിടുക്കനായിരുന്നു എന്നാണ്. മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയ ആ കുട്ടി നാളെ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനും ഒരു കുടുംബം പോറ്റേണ്ടവനുമായിരുന്നു. എന്നാൽ ആ യുവാവിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് അമ്മ ഭയത്തോടെ വിവരിക്കുന്നു. ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറഞ്ഞ മുണ്ടുമുടുത്ത് അവൻ ഭ്രാന്താശുപത്രിയുടെ അഴികൾ പിടിച്ചു കുലുക്കി അലറിക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടിയെപ്പോലെ 10,000-കണക്കിന് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ തുടക്കം സിഗരറ്റ് വലിയിലാണെന്ന് അമ്മ പറയുന്നു. താൻ കുട്ടിയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്ന് ഭാവിക്കലാണ് ഇതിന്റെ തുടക്കം. പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കലാണ് മറ്റൊരു കാരണം. പുകവലിയിൽ നിന്ന് തുടങ്ങി പിന്നീട് മദ്യത്തിലേക്ക് നീങ്ങുന്നു. പുകയിലെയും മദ്യവും നൽകുന്ന ലഹരി മതിയാവാതെ വരുമ്പോൾ പതുക്കെ പതുക്കെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലോകത്തേക്ക് കൗമാരക്കാർ നീങ്ങി തുടങ്ങുന്നു. ഒരു പിശാചിന്റെ ക്രൗര്യത്തോടെ അവരെ ലഹരി അടിമയാക്കും. ലഹരി കിട്ടാൻ പിന്നെ അവർ എന്തും ചെയ്യും. എവിടെ നിന്നും മോഷ്ടിക്കും, ആരെയും കൊല്ലും, ഏത് കഠിനമായ കുറ്റകൃത്യവും ചെയ്യും. നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ അവർ കാറ്റിൽ പറത്തും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമപ്പെട്ട് അവർ അവരുടേതായ ഒരു അധോലോകത്തിൽ മുങ്ങിത്താഴുന്നു. ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണെന്നും ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്നത് കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണെന്നും അമ്മ ചൂണ്ടിക്കാട്ടുന്നു. മദ്യത്തിന്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് എന്ന് അമ്മ മകന് മുന്നറിയിപ്പ് നൽകുന്നു. സ്വയം നാശത്തിന്റെ പാതയിലൂടെ മകന്റെ തലമുറ നടന്നു പോകരുതെന്നും ഇത്ര വിഡ്ഢികളാകരുതെന്നും അമ്മ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിൽ 20% കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞുവെന്നാണ് ഔദ്യോഗിക കണക്ക്.
നിന്നെപ്പോലെ ചൈതന്യമുള്ള കുട്ടികൾ ബുദ്ധിക്ക് മാന്ദ്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾവീക്കവും വിറയലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഓർത്തു നോക്കാനും അമ്മ പറയുന്നു. ഈ വിപത്തുകളെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരം പോക്കിൽ നിന്നാണ്. എന്നാൽ ആ നേരം പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്കും കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും എന്നും അമ്മ താക്കീത് നൽകുന്നു. നിവർന്ന നട്ടലോടെ ഉയർന്ന ശിരസോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരാൻ തൻ്റെ കുഞ്ഞിന് കഴിയുമാറാകട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുന്നു. മകൻ അങ്ങനെ വളരുന്നത് കാണാനുള്ള ഭാഗ്യം തനിക്കും അവനെ പെറ്റ നാടിനും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് സ്നേഹപൂർവമുള്ള ഈ കത്ത് അമ്മ അവസാനിപ്പിക്കുന്നത്.